അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാറയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഷോപ്പുകൾ, ബിൽഡിങ്ങുകൾ എങ്ങനെ നമ്മൾ ഇവിടെ അറബിയിൽ ഉപയോഗിക്കുമെന്നുള്ളത്. മത്അം പറഞ്ഞു, ഫുന്ദുഖ് ഹംസ നുജുമൊക്കെ പറഞ്ഞു. ഇനി അതേപോലെ സറാ എന്ന് കാണാം. നഴ്സറികൾ, കൃഷി ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ ലഭിക്കുന്നതാണ് സറാ. അതുപോലെ കഹ്റുബായിയ, സബ്ബാക്ക് കഹ്റുബായിയ ഒന്നിച്ചുണ്ടാവും. അത് പ്ലംബിങ് ഇലക്ട്രിക് ഐറ്റം കിട്ടുന്ന ഷോപ്പാണ്. സബ്ബാക്ക എന്ന് പറഞ്ഞാൽ പ്ലംബിങ് ഐറ്റംസാണ്. കഹ്റുബായിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഐറ്റംസ്. കറണ്ടിന് പറയുന്നത് കഹ്റുബ. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് കാണാം. ഇസ്തിറാഹ എന്ന് കാണാം. ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗസ്റ്റ് ഹൗസുകളാണ്. അത് നാട്ടിലേക്കാളും കൂടുതലായിട്ട് ഇവിടെ GCCയിൽ ഉപയോഗിക്കുന്നത്. അവർക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ചെറിയ ഇസ്തിറാഹ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നാട്ടിലും കൂടുതൽ വരുന്നുണ്ട്. അത് ആണ് ഇസ്തിറാഹ എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വലിയ ഫംഗ്ഷനുകൾ നടക്കൂല. വളരെ അത്യാവശ്യമായി തന്നെ പുറമേയുള്ളവർ വീട്ടിലേക്ക് കയറി വളരെ അപൂർവമായിട്ടേ കയറി വരും. അപ്പോൾ ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഗസ്റ്റ് ഹൗസാണ്. വലിയ കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാവില്ല, അതിന് പറയില്ല ഇസ്തിറാഹ എന്ന് പറയില്ല. അതിന് ഖാ എന്നാണ് പറയുക, ഖാ. അതേപോലെ നമ്മൾ ബേക്കറിക്ക് പറഞ്ഞല്ലോ, ഹലവിയാത്ത് പറഞ്ഞല്ലോ അല്ലെ, ഹലവിയാത്ത്. പിന്നെ ഹദായ എന്ന് കാണാം. അതായത് ഗിഫ്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഷോപ്പുകൾക്ക് ഹദായ മോൾ അങ്ങനെ ഒക്കെ കാണാം. പിന്നെ സ്കൂളിന് മദ്രസ, കോളേജ് ജാമിയ. മദ്രസ ഇവിടെ നാട്ടിലെ മാതിരിയല്ല 1, 2, 3 അങ്ങനെ അല്ല. ഇബ്തിദായിയ, മുതവസ്സിത്ത്, സാനവിയ. തുടക്കക്കാർ, മധ്യക്കാർ, അവസാനക്കാർ, അങ്ങനെയാണ്. ഹൈസ്കൂൾ, അങ്ങനെ ആ രൂപത്തിലാണ് ഇവിടെ. അത് ഓരോന്നിലും വ്യത്യസ്തമായ വർഷങ്ങളുണ്ടാവും. ഇബ്തിദായി 6 വർഷം ഉണ്ടാവും. മുതവസ്സിത്ത് 3 കൊല്ലം ഉണ്ടാവും. സാനവിയ 3 കൊല്ലം ഉണ്ടാവും. അതിൻ്റെ ഇബ്തിദായിൻ്റെ മുന്നേ റൗളയാണ്. പിന്നെ ഇബ്തിദായിൻ്റെ മുന്നേ KG LKG എന്നൊക്കെ UKG എന്നൊക്കെ ഉണ്ടാവില്ല, അത് റൗളയാണ് ഉപയോഗിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.